Good morning, dear students. Today we are moving on to third module of our industrial management and safety. Basically, the third module is related with problems, not theory parts. Theory പാർട്ടിലും കൂടുതൽ പ്രോബ്ലംസ് ആണ് ഇതിൽ കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കുക. തിയറി ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഒരു ടോപ്പിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഓപ്പറേഷൻസ് റിസർച്ച്. ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഓപ്പറേഷൻ, വാട്ട് ഡു യു മീൻ ബൈ ഓപ്പറേഷൻ? നോട്ട് എ മെഡിക്കൽ നെയിം, ജസ്റ്റ് ഇൻഡസ്ട്രിയൽ മീനിങ്. ഒരു ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ഓപ്പറേഷൻസ് എന്ന് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉദ്ദേശിക്കുക. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഫാക്റ്റുകളെ അനലൈസ് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് വിലയിരുത്തുക. ദാറ്റ് ഈസ് ഓപ്പറേഷൻസ് ആൻഡ് റിസർച്ച്. ലെറ്റ് us see what is the procedure in operations research. You can see a block diagram here. First one, actual situation, then model and decision making. Actual situation എന്താണെന്ന് മനസ്സിലാക്കി അത് പഠനം നടത്തുക. Then translate the same into a mathematical model containing certain equations. ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സമചിഹ്നത്തിൻ്റെ രണ്ട് സൈഡിലും ഉള്ള പാർട്ടുകളുണ്ടാവും. AX + B = CX + CY + D എന്നോ C എന്നോ എന്തെങ്കിലും ഇക്വേഷൻസ്. ദാറ്റ് ഈസ് ലീനിയർ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അങ്ങനെ പല ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻഇക്വാലിറ്റീസ്, ഈക്വൽ ടു അല്ലാതെയുള്ള സമവാക്യങ്ങൾ, അസമവാക്യങ്ങൾ എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, അതൊക്കെ അസമവാക്യങ്ങൾ. ഇൻഇക്വാലിറ്റീസ് അത് ഒരു മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഡെവലപ്പ് മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ, അതിന് മാത്തമാറ്റിക്സ് വഴി സൊല്യൂഷൻ കണ്ടെത്തുക. ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദാറ്റ് ഡിസിഷൻ. ഫൈനലി the target is obtained or objective is achieved. അതാണ് ഓപ്പറേഷൻസ് റിസർച്ച് പ്രൊസീജിയർ. നമുക്കത് ഡെപ്തിലേക്കില്ല, അതിൽ ലീനിയർ പ്രോഗ്രാമിംഗ് എന്നാണല്ലോ ഉള്ളത്. ഓപ്പറേഷൻസ് റിസർച്ചിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു. മെയിൻലി OR ഈസ് കൺസേൺഡ് വിത്ത് ഹൗ എ സിസ്റ്റം ഈസ് ബിഹേവിങ് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. ഒരു സിസ്റ്റം പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് OR ഡിറ്റർമിൻ ചെയ്യുന്നത്, നിർണ്ണയിക്കുന്നത്. എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യാൻ, ആ സിസ്റ്റം പെരുമാറാനായിട്ട്, അങ്ങനെ സവിശേഷതകൾ കാണിക്കാനുള്ള കാരണം എന്താണ്? ആ ബിഹേവിയറൽ ചേഞ്ചസിനെ എങ്ങനെ കമ്പനിയുടെ ഫൈനൽ ഗോളിലേക്ക്, ടാർഗറ്റിലേക്ക് എങ്ങനെ എത്തിക്കാം? ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ നടത്താം? തീരുമാനങ്ങൾ എങ്ങനെ നടത്താം? തീരുമാനങ്ങൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ, എഫക്റ്റീവായിട്ടുള്ള, കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റ് നൽകുന്ന, ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുന്ന, എഫക്റ്റീവായിട്ട് എങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യാം? ഇതൊക്കെയാണ് OR നിർണ്ണയിക്കുന്നത്, ഓപ്പറേഷൻസ് റിസർച്ച് നിർണ്ണയിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്. ദാറ്റ് ഈസ് ഓപ്പറേഷൻസ് റിസർച്ച് ഈസ് എ സ്റ്റഡി ഓഫ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്. അതിൻ്റെ ഒരു പാർട്ടാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് ഡീൽ ചെയ്യുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ്, മാൻ, മെറ്റീരിയൽ, മണി, റോ മെറ്റീരിയലൊക്കെയാണ്
ഒരു ഓർഗനൈസേഷനിലുള്ള റിസോഴ്സസ് അത് എങ്ങനെ എഫക്റ്റീവായിട്ട് പല പല ഭാഗങ്ങളിലായിട്ട് അലോക്കേറ്റ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയിട്ട് പല പ്ലാന്റിൽ ഇതെങ്ങനെ അലോട്ട് ചെയ്യാം, സോ ദാറ്റ് ടോട്ടൽ കോസ്റ്റ് ഈസ് മിനിമൈസ്ഡ് ആൻഡ് ദ പ്രോഫിറ്റ് ഈസ് മാക്സിമൈസ്ഡ്. അപ്പോൾ ഈ മാക്സിമൈസ്ഡ് മിനിമൈസ്ഡ് എന്നുള്ള പേരിൽ തന്നെ നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് കുറഞ്ഞിരിക്കണം, മിനിമൈസ് ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. ഇതാണ് രണ്ടും ലീനിയർ പ്രോഗ്രാമിൻ്റെ മാക്സിമൈസ് ഓർ മിനിമൈസ് എന്നുള്ള ഒരു രണ്ട് ടേമുകളാണ് മെയിനായിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ. ലീനിയർ പ്രോഗ്രാമിംഗ് ഒരു സെറ്റ് ഓഫ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്, ലീനിയർ ഇക്വേഷൻസ്, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ട്. ലീനിയർ ഇക്വേഷൻ, ലീനിയറായിട്ട് ചേഞ്ചസ്, ഒരെണ്ണം ഒരു വേരിയബിൾ മാറുന്നതിനനുസരിച്ച് അടുത്ത വേരിയബിളും ലീനിയറായിട്ട് മാറ്റം വരുന്നു. അതാണ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുക. ഇൻഇക്വാലിറ്റീസ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ കണ്ടീഷൻസ് വരുന്ന ഒരു ഇക്വേഷൻ ഫോർമാറ്റിലേക്ക്, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അത് ലിമിറ്റഡ് റിസോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുക, അതുമായിട്ടുള്ള റെസ്ട്രിക്ഷൻസുമായിട്ട് ബന്ധപ്പെടുത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മാക്സിമൈസ് ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ടു മിനിമൈസ് ദ കോസ്റ്റ്. അതുപോലെ ഒപ്റ്റിമം പ്രോഗ്രാം കണ്ടുപിടിക്കുക, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ബന്ധിപ്പിക്കുന്ന, അവൈലബിൾ റിസോഴ്സസുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഒപ്റ്റിമം പ്രോഗ്രാം, എഫക്റ്റീവായിട്ടുള്ള പ്രോഗ്രാം കണ്ടുപിടിക്കുക, അത് നടപ്പാക്കാനായിട്ട് സഹായിക്കുക. ഇതെല്ലാമാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ ഫോർകാസ്റ്റിങ്ങിൽ പറഞ്ഞു, സെയിൽസ് ഫോർകാസ്റ്റിംഗ്. സെയിൽ ഫോർകാസ്റ്റിംഗ് ഡീൽസ് വിത്ത് ഹൗ മച്ച് പ്രോഡക്ട്സ് will be sold in a particular period in future. അതിനെ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെയിൽസ് ഫോർകാസ്റ്റിംഗ്. അത് പ്രൊഡക്ഷനിൽ ഒരു ഓർഗനൈസേഷന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സിമിലർലി ലീനിയർ പ്രോഗ്രാം കൊണ്ട്, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റീസ് കൊണ്ട് എത്രമാത്രം പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണം, എത്രമാത്രം സെല്ല് ചെയ്യണം, പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ചില നിബന്ധനകൾ, ലിമിറ്റേഷൻസ്, അതായത് മാൻ, മെറ്റീരിയൽ, മണി, അത് കൺസ്ട്രെയിൻസ് ആണ് ഇൻഡസ്ട്രിയിൽ. അതെങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, ഇതൊക്കെ ലീനിയർ പ്രോഗ്രാമിൻ്റെ സവിശേഷതകളാണ്. നൗ വി കമ്മിങ് ഓൺ ടു യൂസസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അച്ചീവ് ദ ബെസ്റ്റ് അലോക്കേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. മാൻ, മെറ്റീരിയൽ, മണി, മെഷീൻസ് എല്ലാം എഫക്റ്റീവായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു, അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഇതെല്ലാം ലിമിറ്റഡ് സപ്ലൈ ആയിരിക്കും ഈ റിസോഴ്സുകളെല്ലാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ കെയർഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, വിച്ച് വിൽ ഒപ്റ്റിമൈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസിങ് പ്രോഫിറ്റ് ഓർ മിനിമൈസിങ് ദ കോസ്റ്റ്. സോ ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് എ quantitative powerful technique which can be used for solving these problems. These problems എന്ന് പറഞ്ഞാൽ ഈ മാൻ, മെറ്റീരിയൽ, മണി, മെഷീൻസ് എങ്ങനെ എഫക്റ്റീവായിട്ട് നഷ്ടം വരാതെ കമ്പനിയിൽ, ഓർഗനൈസേഷനിൽ എങ്ങനെ അലോക്കേറ്റ് ചെയ്യാം,
പലയിടത്തായിട്ട് അലോക്കേറ്റ് ചെയ്യാം. സോ ദാറ്റ് കമ്പനി കുഡ് അച്ചീവ് മാക്സിമം പ്രോഫിറ്റ് വിത്ത് മിനിമം കോസ്റ്റ് ഓർ മിനിമൈസ് കോസ്റ്റ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഒരു പ്രൊഡക്ഷൻ മാനേജർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ പ്ലാന്റിൽ വളരെയധികം മെഷീൻസ് ഉണ്ടാകാം, ലേബേഴ്സ് എംപ്ലോയീസ് ഉണ്ടാകാം, റോ മെറ്റീരിയൽ ഉണ്ടാകാം, പലവിധ പ്രോഡക്റ്റുകൾ അവിടെ മാനുഫാക്ചർ ചെയ്യേണ്ടി വരും. ഏറ്റവും മിനിമം കോസ്റ്റ് കൊണ്ട്, ചുരുങ്ങിയ കോസ്റ്റ് കൊണ്ട് ഇത് മാക്സിമം അലോക്കേറ്റ് ചെയ്ത് കമ്പനിയുടെ ടാർഗറ്റ് എത്തിക്കുക, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. അതായിരുന്നു പ്രൊഡക്ഷൻ മാനേജറുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ ഒരു പ്രൊഡ്യൂസറിൻ്റെ, ഉൽപ്പാദകൻ്റെ ലക്ഷ്യം എന്താണ്? ഇൻവെൻ്ററി കോസ്റ്റും ടോട്ടൽ കോസ്റ്റും കുറഞ്ഞിരിക്കുക. പ്രൊഡക്ഷൻ മാനേജറിൻ്റെ ഉദ്ദേശം ടോട്ടൽ പ്രോഫിറ്റ് കൂട്ടുക. ഉൽപ്പാദകൻ്റെ ഉദ്ദേശം ടോട്ടൽ കോസ്റ്റ് ഇൻവെൻ്ററി കുറഞ്ഞിരിക്കുക. അതുപോലെ അഡ്വർടൈസിങ് മേഖലയിൽ പോവുകയാണ്, പരസ്യങ്ങളുടെ മേഖലയിൽ പോവുകയാണെങ്കിൽ പരസ്യം നൽകുന്ന ആ മാനേജർ, അഡ്വർടൈസിങ് മാനേജറുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ മാക്സിമം മീഡിയ കവർ ചെയ്തിട്ട്, എഫക്റ്റീവായിട്ട് കവർ ചെയ്തിട്ട് പ്രോഡക്റ്റിൻ്റെ ഗുണവിശേഷങ്ങൾ കസ്റ്റമറിലേക്ക് പരമാവധി എത്തിക്കുക, കോസ്റ്റ് കുറയ്ക്കുക, എഫക്റ്റീവായിട്ട് അഡ്വർടൈസിങ് നടത്തുക. ഇതൊക്കെയാണ് ലീനിയർ പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ. ദെൻ ആപ്ലിക്കേഷൻസ്, ഇതെവിടെയൊക്കെ അപ്ലൈ ചെയ്യാം, ലീനിയർ പ്രോഗ്രാമിങ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം? ഫസ്റ്റ് വൺ, പ്രോഡക്റ്റ് മിക്സ്. പ്രോഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ പല പല പ്രോഡക്റ്റുകൾ, പല പല കോസ്റ്റ് ഉണ്ടാവും, പല രീതിയിലുള്ള പ്രോഫിറ്റ് ആയിരിക്കും അത് നൽകുക. അത് എത്രമാത്രം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം എന്നാണ് പ്രോഡക്റ്റ് മിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് മാക്സിമൈസ് ടോട്ടൽ പ്രോഫിറ്റ്. ദെൻ പ്രോഡക്റ്റ് സ്മൂത്തിങ്. ഫ്ലക്ച്വേറ്റിംഗ് ഡിമാൻഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. മാറി മാറി വരുന്ന കയറ്റിറക്കങ്ങൾ, ആവശ്യകതയിലെ കയറ്റിറക്കങ്ങൾ. ചില സമയത്ത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ടാവും, ചില സമയത്ത് തീരെ ഡിമാൻഡ് ഉണ്ടാവില്ല. ഇപ്പോൾ ചൂട് കാലത്ത്, ഉഷ്ണകാലത്ത് എയർ കണ്ടീഷണർ, ഫാന്, അങ്ങനെയുള്ള ഹൗസ് ഹോൾഡ് ഐറ്റംസിന് നല്ല ഡിമാൻഡുള്ള സമയമാണ്. ആ സമയത്ത് കൂടുതൽ പ്രോഡക്റ്റ് ഉൽപ്പാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതേസമയം തണുപ്പ് കാലത്തും മഴക്കാലത്തും ഇതേ പ്രൊഡക്റ്റുകൾ യാതൊരുവിധ ചെലവും ഇല്ലാതിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അവിടെ താഴ്ചയും ആദ്യം പറഞ്ഞെടുത്ത് ഉയർച്ചയും ഉണ്ടാവും. അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, കയറ്റിറക്കങ്ങൾ. നമ്മുടെ ഒരു സൈൻ വേവ് പോലെ കയറ്റിറക്കങ്ങൾ ഉണ്ടാവും. ആ ഡിമാൻഡിനനുസരിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അതെങ്ങനെ സോൾവ് ചെയ്യാം? മീഡിയ സെലക്ഷൻ നേരത്തെ പറഞ്ഞതാണ്, ഉദാഹരണത്തിൽ പറഞ്ഞതാണ്. എങ്ങനെ എഫക്റ്റീവായിട്ട് മീഡിയ യൂട്ടിലൈസ് ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് കുറഞ്ഞ റേറ്റിൽ നടത്താം. അതും ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നതാണ്. ദെൻ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് സെയിൽസ്മാൻ ഒരു സിറ്റിയിൽ തന്നെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ പലയിടത്ത് പല സമയങ്ങളിലായിട്ട് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്ലാനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം ദൂരം സഞ്ചരിക്കേണ്ടി വരും, ടൈം ഒരുപാട് എടുക്കും. അത് ഷോർട്ടസ്റ്റ് റൂട്ടുകളിലൂടെ, ഷോർട്ടസ്റ്റ് ടൈമിലൂടെ കോസ്റ്റ് കുറച്ചിട്ട് എങ്ങനെ ഇയാൾക്ക് പ്രോഡക്റ്റുകൾ എത്തിക്കാൻ പറ്റും? ദാറ്റ് ഈസ് വൺ ഓഫ് ദി ആപ്ലിക്കേഷൻസ്. നമുക്ക് അത്ഭുതം തോന്നാം ഇതെങ്ങനെ ഇതിലൂടെ കണ്ടുപിടിക്കാമെന്നുള്ളത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കാം. ദെൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് മാക്സിമം റിട്ടേൺസ്. ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ റിട്ടേൺസ് ലഭിക്കണം. അതെങ്ങനെ ലഭ്യമാക്കാം? ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ഇത് ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്.
ഒരു പ്രൊഡക്റ്റ് വെയർഹൗസുകളിൽ നിന്ന് പല പല ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലേക്ക്, മാർക്കറ്റിംഗ് ലൊക്കേഷനുകളിലേക്ക് എത്തിക്കുക, ചിലവ് കുറഞ്ഞ ഷോർട്ടസ്റ്റ് റൂട്ടുകളിലൂടെ മിനിമം കോസ്റ്റ് കൊണ്ട് എത്തിക്കുക. അതും നമ്മൾ ലീനിയർ പ്രോഗ്രാം വഴിയായിട്ട് സോൾവ് ചെയ്യുന്നത്. അസൈൻമെൻറ്റ് പ്രോബ്ലം, വിവിധ വർക്കേഴ്സിന് ഓരോ അസൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് വർക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ മിനിമം യൂട്ടിലൈസേഷൻ ഓഫ് ടൈം, മിനിമം കോസ്റ്റ് കൊണ്ട് ഇതെങ്ങനെ ചെയ്തെടുക്കാം. ദാറ്റ് ഈസ് അനദർ ആപ്ലിക്കേഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. ബ്ലെൻഡിങ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ പല പല റോ മെറ്റീരിയൽസ് ഉണ്ടാകും, പല വിധത്തിലുള്ള റോ മെറ്റീരിയൽസ്. ഇതെങ്ങനെ ഈ പ്രോഡക്റ്റിൽ എഫക്റ്റീവായിട്ട് മിക്സ് ചെയ്തിട്ട് പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ മാനുഫാക്ചർ ചെയ്യാം, സോ ദാറ്റ് മാക്സിമൈസ് ടോട്ടൽ പ്രോഫിറ്റ്, മിനിമൈസ് ടോട്ടൽ കോസ്റ്റ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ട്രാൻസ്മിഷനിൽ, സ്വിച്ചിങ്ങിൽ, റിലേയിങ്ങിൽ, അതൊക്കെ ലീനിയർ പ്രോഗ്രാമിംഗ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. ദെൻ റോഡ് റെയിൽ ഇൻഡസ്ട്രിയിൽ സ്റ്റാഫിംഗ് പ്രോബ്ലം, റോഡ് റെയിൽ ഇൻഡസ്ട്രിയിൽ ഈ ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. സ്റ്റാഫിംഗ് പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പീക്ക് ടൈമിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത്, ഉദാഹരണം നമ്മൾ റെസ്റ്റോറൻറ്റ്, ഒരു ഹോട്ടൽ, രാവിലെ ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഉച്ചയ്ക്കൊരു പർട്ടിക്കുലർ ടൈമിൽ, ഈവനിങ്ങിലൊക്കെ നല്ല തിരക്കുള്ള സമയങ്ങളായിരിക്കും. ആ സമയത്ത് അവിടെ ഉള്ള സ്റ്റാഫിനെ എഫക്റ്റീവായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഇതുമെല്ലാം നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് വഴി കണ്ടുപിടിക്കാവുന്നതാണ്. അതെല്ലാം ആപ്ലിക്കേഷൻ ഉള്ള ഏരിയസാണ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഇതൊരു ക്ലിയർ പിക്ചർ, ട്രൂ പ്രോബ്ലത്തിൻ്റെ ക്ലിയർ പിക്ചർ നൽകുന്ന ഒരു സോൾവിങ് മെത്തേഡാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻസൈറ്റ് ആൻഡ് പെർസ്പെക്റ്റീവ് ഇൻ ടു പ്രോബ്ലം എൻവയൺമെൻറ്റ് റിലേറ്റഡ് വിത്ത് മൾട്ടി ഡയമെൻഷണൽ ഫിനോമിനൻ. പല പല മേഖലകളിലുള്ള ഒരു പ്രോബ്ലത്തിൽ ശരിക്കും ഉൾക്കാഴ്ച നൽകുന്ന, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുന്ന ഒന്നാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. അതുകൊണ്ട് തന്നെ അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അത് പ്രോബ്ലം സോൾവിങ്ങിൽ വളരെയധികം സഹായിക്കുന്നത്. സോ ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ്. ഇറ്റ് മേക്സ് സയൻറ്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ അനാലിസിസ് ഓഫ് പ്രോബ്ലം സിറ്റുവേഷൻസ്. ശാസ്ത്രീയമായിട്ടും ഗണിതശാസ്ത്രപരമായിട്ടും സൊല്യൂഷൻസ് കണ്ടെത്താം. ഇറ്റ് ഓൾസോ കൺസിഡേഴ്സ് ഓൾ പോസിബിൾ റെമഡീസ്. എല്ലാവിധ സൊല്യൂഷൻസും, സാധ്യമായ എല്ലാ സൊല്യൂഷൻസും ലീനിയർ പ്രോഗ്രാമിംഗ് വഴി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. തീരുമാനങ്ങൾ വ്യക്തമായിട്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള, വൈറ്റലായിട്ടുള്ള ഒരു എലമെൻ്റാണ് ഡിസിഷൻ മേക്കിംഗ്. ഓർഗനൈസേഷനിൽ എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ തെറ്റായിപ്പോയാൽ ഹോൾ ഇൻഡസ്ട്രി വിൽ സഫർ ലോസ്. ശരിയായ തീരുമാനം ശരിയായ സമയത്ത് എടുക്കാൻ പറ്റിയാൽ അത് പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ ആ ഡിസിഷൻ മേക്കിങ്ങിലൊരു പ്രത്യേകത ആയിട്ട് എടുക്കണമെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് അത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുവഴി തീരുമാനം എടുക്കുന്ന ആൾക്ക് ശരിയായ ഡിസിഷനാണ് എടുത്തിരിക്കുന്നതെന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് അനദർ അഡ്വാൻറ്റേജ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. ദെൻ കമ്മിങ് ഓൺ ടു ലിമിറ്റേഷൻസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിൽ കുറേ അസംഷൻസ് ഉണ്ട്. അതെന്താണെന്നുള്ള നമ്മൾ നോക്കും. എല്ലാം ലീനിയറായിട്ടാണ് ചേഞ്ചസ് വരുന്നത്. റിലേഷൻഷിപ്പ് എല്ലാം ലീനിയറാണ്. എപ്പോഴും അത് സാധിക്കണമെന്നില്ല. റിയൽ ലൈഫിൽ, റിയൽ സാഹചര്യങ്ങളിൽ ലീനിയറായിട്ട് വേരി ചെയ്യണമെന്നില്ല. അതൊരു ലിമിറ്റേഷൻ. ലീനിയർ അല്ലാതെ വേരി ചെയ്യും. ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ സാഹചര്യത്തിലാണ്. കോവിഡിൻ്റെ വ്യാപനം ലീനിയറായിട്ടല്ല, ഒന്ന് മാറുന്നതനുസരിച്ചല്ല മറ്റൊന്ന് മാറുന്നത്, അല്ലെങ്കിൽ ഒന്ന് വരുന്നതനുസരിച്ചല്ല മറ്റൊന്ന് സംഭവിക്കുന്നത്. ഒരാൾക്കൊന്ന് നാളെ അടുത്ത് 10 ആൾക്കാർ വരുന്നത്, 10 ആൾക്കാർ എന്ന് പറഞ്ഞാൽ അടുത്തത് 100 ആൾക്കാണ്. അപ്പോൾ ലീനിയർ ചേഞ്ച് അല്ല,
ലോഗരിതമിക് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ചേഞ്ചസ് എന്ന് വേണമെങ്കിൽ അതിന് പറയാം. ദാറ്റ് ഈസ് നോട്ട് എ ലീനിയർ ചേഞ്ച്. ഒന്ന് മാറുന്നതനുസരിച്ച് ഗ്രാജുവലായിട്ട് അത് മാറുകയല്ല. ഓക്കെ, ദെൻ decision variables would have physical significance only if they have integer values. Integer values ഉണ്ടെങ്കിൽ മാത്രമേ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളൂ. ഫ്രാക്ഷണൽ വാല്യൂസ് ചിലപ്പോൾ നമ്മൾ ഫ്രാക്ഷണൽ വാല്യൂസ് പ്രോഗ്രാമിംഗ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ അവിടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. അതൊരു ലിമിറ്റേഷനാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ. ഇത് നമ്മൾ ഇപ്പം ജസ്റ്റ് പഠിച്ചിട്ട് പോവുക. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് വന്ന് അപ്ലൈ ചെയ്ത് കൂട്ടി വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം ഇത് മനസ്സിൽ കയറാനായിട്ട്. ദെൻ ഈ പ്രോഗ്രാമിംഗ് ലീനിയർ പ്രോഗ്രാമിങ്ങായിട്ട് ബന്ധപ്പെട്ട പാരാമീറ്റേഴ്സ് എല്ലാം കോൺസ്റ്റൻ്റ് ആണെന്നുള്ളതാണ് വേറൊരു അസംഷൻസ്. പക്ഷെ അങ്ങനെ ആകണമെന്നില്ല. റിയൽ ലൈഫിൽ കോൺസ്റ്റൻ്റ് ആകണമെന്നില്ല, വ്യത്യാസങ്ങളുണ്ടാകും. ഇത് ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ കൺസ്ട്രെയിൻസും വേരിയബിൾസും വളരെ അധികം ആയിക്കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. മെനി പ്രോബ്ലംസ് ആർ കോംപ്ലെക്സ് സിൻസ് ദ നമ്പർ ഓഫ് വേരിയബിൾസ് ആൻഡ് കൺസ്ട്രെയിൻസ് ആർ ക്വൈറ്റ് ലാർജ് നമ്പർ. അങ്ങനെ വരുന്ന സമയത്ത് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ദാറ്റ് ഈസ് അനദർ ലിമിറ്റേഷൻസ്. നൗ വി ആർ മൂവിങ് ഓൺ ടു ബേസിക് അസംഷൻസ് ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ്. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ അനുമാനങ്ങൾ, സങ്കല്പങ്ങൾ ആവശ്യമുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രൊപ്പോർഷണാലിറ്റി. അതായത് ഒന്ന് മാറുന്നതനുസരിച്ച് മറ്റൊന്ന് മാറണം. പ്രഷർ വേരി ചെയ്യുന്നതനുസരിച്ച് വോളിയം ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചിട്ട് പ്രഷർ ചേഞ്ച് ചെയ്യണം. അതുപോലെ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് റിസൾട്ട് മാറണം. അങ്ങനെയൊക്കെ ലീനിയറായിട്ട് പ്രൊപ്പോർഷനായിട്ട് ആണ് എല്ലാ സംഗതിയും ചേഞ്ചസ് വരുന്നതെന്നുള്ള ഒരു അസംഷൻ. ദെൻ അഡിറ്റിവിറ്റി. അഡിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അതിൽ ഉപയോഗിക്കുന്ന കുറേ റിസോഴ്സുകളുണ്ട്. മാൻ, മെറ്റീരിയൽ, മെഷീൻ. ഓരോ പ്രവർത്തനങ്ങൾ, ഇൻഡസ്ട്രിയൽ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഈ ഓരോ ആക്ടിവിറ്റി, നിരവധി ആക്ടിവിറ്റികളുണ്ടാവും. ഈ നിരവധി ആക്ടിവിറ്റികൾക്കും ഉപയോഗിച്ച റിസോഴ്സുകളും ടോട്ടൽ ഉപയോഗിച്ച റിസോഴ്സുകളും ആഡ് ചെയ്യുമ്പോൾ രണ്ടും കിട്ടുന്ന തുക ഒന്ന് തന്നെയായിരിക്കണം. ഇപ്പോൾ ഒരു 10 ആക്ടിവിറ്റി ഉണ്ട്. 10 ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് റിസോഴ്സുകളുടെ എത്ര എണ്ണം, ആകെ ചെലവഴിച്ച റിസോഴ്സുകൾ അല്ലെ ആകെ ഉപയോഗിച്ച റിസോഴ്സുകൾ, അതും നിശ്ചിത എണ്ണം എടുത്തു വരുമ്പോൾ രണ്ടും ഒന്നായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് ചെയ്യാൻ ഇല്ല. അത് അങ്ങനെയാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഡിവിസിബിലിറ്റി. സൊല്യൂഷൻ ഹോൾ നമ്പേഴ്സ് ആകണമെന്നില്ല. ദെൻ സെർട്ടനിറ്റി, ഫൈനൈറ്റ്നെസ്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പരിധിയിലുള്ള, ഇൻഫൈനൈറ്റ് ആകരുത്. ഒപ്റ്റിമാലിറ്റി, സൊല്യൂഷൻ ഒപ്റ്റിമം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മാക്സിമം ഓർ മിനിമം, എഫക്റ്റീവായിട്ടുള്ള. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള അസംഷൻസ്. നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുമ്പോൾ ഈ അസംഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലായാലും പല ഇതിലായാലും കുറച്ച് അനുമാനങ്ങൾ, ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാർട്ടറിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ള അസംഷനിൽ അതിൻ്റെ വ്യൂ വരയ്ക്കുന്നു. തേർഡ് ക്വാർട്ടറിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പ്ലെയിനുകൾ, വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ, അത് ട്രാൻസ്പെറൻ്റ് എന്നുള്ള ഒരു അസംഷൻ ഉണ്ട്. ലൈൻസ് ഇങ്ങനെയാണ് എന്നുള്ള അസംഷൻസ് ഉണ്ട്. അങ്ങനെ കുറേ അസംഷൻ നമ്മൾ ഗ്രാഫിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? അത് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. അതേപോലെയുള്ള അസംഷൻ പല ഇതിലും കുറേ അസംഷൻസ് ഉണ്ടാവും ശാസ്ത്രത്തിൽ. നമ്മൾ ഇത് ഇന്ന അസംഷൻസ് വെച്ചിട്ടാണ് ഇത്
ഈ തിയറംസ് പ്രൂവ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ അസംഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ദെൻ കുറേ ആവശ്യങ്ങളുണ്ട്, റിക്വയർമെൻറ്റ്സ് ഫോർ ഇംപ്ലിമെൻറ്റിങ് ഓർ എംപ്ലോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡെഫിനിഷൻ ഓഫ് ഒബ്ജക്റ്റീവ്. എന്താണ് ലക്ഷ്യം എന്നുള്ളത് ആദ്യമേ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. എ വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ് ഈസ് ദ ഫസ്റ്റ് ബേസിക് റിക്വയർമെൻറ്റ്. കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം, ഒരു ഒബ്ജക്റ്റീവാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിന് വേണ്ട ആദ്യത്തെ ആവശ്യകത. അത് പ്രൊഡക്ഷൻ അറ്റ് ദ ലീസ്റ്റ് കോസ്റ്റ് ആവാം, ഒബ്റ്റൈനിങ് മാക്സിമം പ്രോഫിറ്റ് ആകാം, ദ ബെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്റ്റീവ് ഫാക്ടേഴ്സ് വിത്തിൻ ഫിക്സഡ് പീരീഡ് ടൈം ആകാം. ഈ മൂന്നെണ്ണം അങ്ങനെ ആകാം നമ്മുടെ സാധാരണ ഇൻഡസ്ട്രിയിലുള്ള റിക്വയർമെൻറ്റ്സ്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് പ്രോബ്ലം. ന്യൂമറിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. അത് വേറൊരു എലമെൻറ്റ് റിക്വയർമെൻ്റ് ആണ്. ദെൻ ഓൾട്ടർനേറ്റീവ് ആക്ഷൻസ്. ദർ മസ്റ്റ് ബി ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു ചൂസ്. ഒന്ന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റത് എടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. കൺസ്ട്രെയിൻസ്, ലിമിറ്റഡ് സോഴ്സസുകളായിരിക്കണം, ലിമിറ്റഡ് ആയിരിക്കണം. ദെൻ നെഗറ്റീവ് റെസ്ട്രിക്ഷൻ, നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ് എല്ലാം പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. ദാറ്റ് മീൻസ് നോൺ നെഗറ്റീവ് വാല്യൂസിന് അല്ലെ നോൺ നെഗറ്റീവ് നമ്പേഴ്സിന് ഇവിടെ പ്രസക്തിയില്ല. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഫിസിക്കലായിട്ടുള്ളൊരു സംഗതി നെഗറ്റീവ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അത് പോസിറ്റീവ് വാല്യൂ ആണ്, അതിൻ്റെ മൂല്യം പോസിറ്റീവ് ആയിരിക്കണം. അപ്പം നോൺ നെഗറ്റീവ് ആകാൻ പാടില്ല. ലീനിയറിറ്റി. The basic requirements of linear programming problem is that both objective and constraints must be expressed in equalities or inequalities. നമ്മുടെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യവും കൺസ്ട്രെയിൻസും, കൺസ്ട്രെയിൻസ് മീൻസ് ലിമിറ്റേഷൻസ് ഉള്ള റിസോഴ്സസ്, അതെല്ലാം ലീനിയറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. ലീനിയർ ആയിരിക്കണം, വേരി ചെയ്യുന്ന ലീനിയർ ആയിട്ടായിരിക്കും. ഫൈനൈറ്റ്നെസ്, അതായത് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് കൺസ്ട്രെയിൻസ് ആയിരിക്കണം. ഫൈനൈറ്റ് ആയിരിക്കണം, ഇൻഫിനിറ്റ്, അനന്തമാകരുത്, ലിമിറ്റഡ് ആയിരിക്കണം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്സിന് ഉണ്ട്. അപ്പോൾ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് വെച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ മാക്സിമൈസ് ചെയ്യാം, അതായത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം, ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസാണ് ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡീൽ ചെയ്യാം. ഓക്കെ.